അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുന്ന അനുരാഗാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അതായത് SFIയുടെ ബാനർ നീക്കണമെന്ന കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ നിർദ്ദേശം അത് സിൻഡിക്കേറ്റ് മെമ്പർമാർ തള്ളി എന്നുള്ള ഒരു വാർത്ത നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. രജിസ്ട്രാറെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു സിൻഡിക്കേറ്റ് മെമ്പർമാർ. ബാനർ ഗവർണർക്ക് വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുക അല്ലേ? ബാനർ എവിടെ കണ്ടാലും അഴിപ്പിക്കും. അത് എവിടെ കണ്ടാലും. അപ്പോൾ അത് വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടു. വൈസ് ചാൻസലർ അത് അക്ഷരം പ്രതി നിർദ്ദേശിച്ചു. പക്ഷേ സിൻഡിക്കേറ്റ് അത് തള്ളി എന്നുള്ളതാണ്. അനുരാഗ്, എന്താണ് സിൻഡിക്കേറ്റ് മെമ്പർമാർ ഇതിന് വിശദീകരണമായി പറയുന്നത്? വൈസ് ചാൻസലറുടെ ആ നിർദ്ദേശം എന്തുകൊണ്ട് വേണ്ടതില്ല, ബാനർ അഴിപ്പിക്കേണ്ടതില്ല എന്ന് എന്തുകൊണ്ടാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർമാർ പറയുന്നത്? കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ SFI ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ബാനർ ഉയർത്തിയത്. ഈ ബാനർ പലയിടങ്ങളിലും ഗവർണർ തന്നെ നേരിട്ട് അഴിപ്പിക്കുന്നത് കണ്ടു. ഇവിടെ പക്ഷേ വൈസ് ചാൻസലറാണ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയത്. ഈ ബാനർ അടിയന്തരമായി തന്നെ അഴിച്ചു മാറ്റണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. SFI ആദ്യഘട്ടത്തിൽ തന്നെ എതിർപ്പ് അതിൽ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് മെമ്പർമാർ കൂടി ഇപ്പോൾ എതിർപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശം പൂർണ്ണമായി തന്നെ സിൻഡിക്കേറ്റ് മെമ്പർമാർ തള്ളുകയാണ്. ഇക്കാര്യത്തിൽ നിലപാട് രജിസ്ട്രാറെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനാധിപത്യ വിരുദ്ധമായ തീരുമാനങ്ങളെ ശക്തമായി തന്നെ എതിർക്കുമെന്നാണ് സിൻഡിക്കേറ്റ് മെമ്പർമാർ രജിസ്ട്രാറെ അറിയിച്ചിരിക്കുന്നത്. അതിനൊപ്പം വിദ്യാർത്ഥികളുടെയും അക്കാദമിക് സമൂഹത്തിൻ്റെയും ജനാധിപത്യ സ്വാതന്ത്ര്യത്തോടൊപ്പമാണ് തങ്ങളെന്നും സിൻഡിക്കേറ്റ് മെമ്പർമാർ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഈ നിലപാടാണ് രജിസ്ട്രാറെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ സമരം അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന കാര്യം SFI വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തിനിടയിലും നാളെ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും ദില്ലിയിലേക്ക് യാത്ര പോകുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസവും അടക്കം ദന്തൽ കോളേജിലേക്ക്, തിരുവനന്തപുരം ദന്തൽ കോളേജിലടക്കം പോയപ്പോഴും കരിങ്കൊടി പലയിടങ്ങളിലും കാണിക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംഘീവൽക്കരിക്കാൻ അല്ലെങ്കിൽ കാവ്യവൽക്കരിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് SFIക്ക് ഉള്ളത്. സെനറ്റിലേക്ക് ഇത്തരത്തിൽ സംഘപരിവാറുകാരെ തിരികാൻ കാട്ടിയ ആ നിലപാട് അത് തിരുത്തുന്നതുവരെ സമരം തുടരാൻ തന്നെയാണ്, പ്രതിഷേധം തുടരാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. അതിനൊപ്പം തന്നെ ഈ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്ത ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ചുകൊണ്ട് കേരളം തന്നെ വിട്ടുപോകണമെന്നാണ് SFI എടുത്തിരിക്കുന്ന നിലപാട്. എന്തായാലും ഗവർണർക്കെതിരെ ഈ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇപ്പോൾ ഈ ബാനർ അഴിച്ചു മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ സിൻഡിക്കേറ്റ് മെമ്പർമാർ കൂടി രംഗത്തിറങ്ങിയിരിക്കുകയാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.